മുത്തശ്ശി, പണവും പ്രതാപവും ഒക്കെ ചില സ്ഥലങ്ങളിൽ തോറ്റുപോകും മോളെ. അങ്ങനെ കണിമംഗലത്തുകാര് തോറ്റുപോയ സ്ഥലമാണവൻ. എത്രയോ നേർച്ചകള്, എത്രയോ സ്ഥലത്തെ ചികിത്സകള്, ആർക്കും അവനെ തിരിച്ചു തരാൻ പറ്റിയില്ല. ഞങ്ങളാരും കരയാതിരിക്കാൻ വേണ്ടി ആ വീൽചെയറിലിരുന്ന് അവൻ ചിരിക്കുന്നൊരു ചിരിയുണ്ട്. എനിക്കറിയാം അതുള്ള കരയുമ്പോ പുറത്ത് കാണിക്കാതിരിക്കാൻ കരുതിക്കൂട്ടി ചെയ്യുന്നതാണെന്ന്. കാര്യം ശരിയാ. കൽപ്പന അവന്റെ കൂടെ ജീവിക്കുന്ന തന്നെ ഒരു ത്യാഗമാ. അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ ചില നേരത്ത് അവൾ അവനോട് പറയുന്ന ചില വാക്കുകളുണ്ടല്ലോ, ചില നേരത്തെ അവളുടെ പ്രവൃത്തികളുണ്ടല്ലോ, അത് ജീവനുള്ള ഒരു മനുഷ്യനും താങ്ങാൻ പറ്റില്ല. ഈ നിലയ്ക്കാണ് അവളുടെ പെരുമാറ്റമെങ്കിൽ ഒരു ദിവസം എന്തെങ്കിലും ചെയ്ത് അവൻ അവസാനിച്ചു കളയും. എനിക്ക് പേടിയുണ്ട് മോളെ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല മുത്തശ്ശി. ഏട്ടൻ ഈ അവസ്ഥയിൽ നിന്ന് മാറില്ല എന്ന് നമ്മളാരും വിശ്വസിക്കരുത്. മറിച്ച് ചിന്തിക്കേണ്ടത് ഏട്ടൻ തിരിച്ചു വരും. അതിനുള്ള ചികിത്സ എവിടെയെങ്കിലും ഉണ്ടാവും. പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ വൈദ്യൻ ദൈവമല്ലേ? ഭഗവാൻ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് തിരുത്താൻ മനുഷ്യനെ കൊണ്ട് പറ്റുമോ? ഏട്ടന്റെ നല്ല മനസ്സ് മതി മുത്തശ്ശി ഏട്ടന് മരുന്നായിട്ട്. ഇതുവരെ എവിടെ കൊണ്ടുപോയി എന്തെല്ലാം ചികിത്സിച്ചോ അതൊന്നും കാര്യാക്കണ്ട. പുതിയ ചികിത്സ തുടങ്ങാൻ നമ്മളൊക്കെ ഏട്ടന്റെ കൂടെ നിൽക്കണം. പ്രധാനമായിട്ട് കൽപ്പനയെടുത്തി. അങ്ങനെ ഒരു കാര്യം ഉണ്ടാവില്ല. ആത്മവിശ്വാസത്തോടെ അവൾ അവന്റെ കൂടെ നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിനു മുന്നേ അവന് ഭേദമാവുമായിരുന്നു. അവൾ അവനെ തീർത്ത് ഉപേക്ഷിച്ച രീതിയില. പിന്നെ സ്വന്തം കുടുംബത്തിന്റെ അന്തസ്സ് കെടുത്താതിരിക്കാൻ ഇങ്ങനെ നടക്കുന്നു മാത്രം. അതൊന്ന് മാറ്റിയാലോ നമുക്ക്? കൽപ്പന എടുത്ത് ഏട്ടനെ സ്നേഹിച്ചു തുടങ്ങിയാലോ? ഏട്ടന് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങിയാലോ? ഏട്ടൻ എഴുന്നേറ്റ് നടക്കണമെന്ന് തീവ്രമായിട്ട് ആഗ്രഹിച്ചാലോ? സ്വപ്നം കാണാൻ പഠിപ്പിക്കുകയാണോ നീ? അല്ല, ഇതൊക്കെ നടക്കും. ഞാൻ മുത്തശ്ശിയുടെ ഒരു കാര്യം പറഞ്ഞുതരാം. അതുപോലെ മുത്തശ്ശി ചെയ്താൽ മതി. എന്താ? അത് കൊള്ളാലോ മോളെ. ഇതുവരെ ഇവിടെ ആർക്കും ഇങ്ങനൊരു കാര്യം തോന്നിയിട്ടില്ല. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടോ കുട്ടി? എന്റെ മനസ്സിൽ തോന്നിയൊരു പൊന്ന ഐഡിയ പറഞ്ഞേ ഉള്ളൂ. നടക്കുമെന്ന് നോക്കാം. എന്നാ നാളെ തന്നെ നമ്മൾ ഈ പരീക്ഷണം നടത്തും. നിന്നെ എന്താ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവുന്നെന്ന് അറിയൂ. നീ നിന്റെ സന്തോഷം മാത്രമല്ല ചിന്തിക്കുന്നത്, ചുറ്റുപാടുമുള്ള എല്ലാവരുടെയും സന്തോഷം. അതിനു വേണ്ടി എത്ര കഷ്ടപ്പെടാനും നിനക്ക് ഒരു മടിയുമില്ല. ഭഗവാന്റെ കുട്ടിയാ നീ, കേട്ടോ?
മോളെ രാധികെ, കണിമംഗലം കുടുംബത്തിന്റെ ഏറ്റവും വലിയ രഹസ്യമാ മുത്തശ്ശി മോളോട് പറയാൻ പോകുന്നത്. അത് വേറെ ആരുടെയും കാതിലെത്തരുത്. അയ്യോ മുത്തശ്ശി, അത്രയും വലിയൊരു കാര്യമാണെങ്കിൽ എന്നോട് പറയണ്ട. എനിക്ക് പിന്നെ അതൊരു ഭാരമാകും. മോൾ അറിയുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഓ കണിമംഗലത്തിന്റെ സമ്പത്തിനെ കുറിച്ചാ മുത്തശ്ശി പറയുന്നത്. ഓ അതായത് പരമേശ്വരൻ ഒരു വിൽപത്രം എഴുതി വച്ചിട്ടുണ്ട്. അതിലാണ് ആർക്കൊക്കെ എന്തൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് എഴുതി വച്ചിട്ടുള്ളത്. ആണോ മുത്തശ്ശി? അതെ, കാലാകാലങ്ങളായിട്ട് രാജകുടുംബത്തിന്റെ ശീലം അതേപടി പിന്തുടരുന്ന ശീലമാ നമ്മുടേത്. എന്നുവച്ചാ ഓരോ തലമുറയിലും ഒരവകാശി ഉണ്ടാവും. സ്വത്തിന്റെ കാര്യമൊക്കെ ആ ഒരാളിൽ മാത്രമാ ഉണ്ടാവുക. ബാക്കിയുള്ളവർക്കൊക്കെ വേണ്ടതൊക്കെ കൊടുക്കും. പക്ഷേ കണിമംഗലത്തിന്റെ പിന്തുടർച്ചാവകാശി അങ്ങനെ ഒരാളിലായിരിക്കും. പരമേശ്വരൻ എഴുതി വെച്ച വിൽപത്രപ്രകാരം ഇനി കണിമംഗലത്ത് പിറക്കാൻ പോകുന്ന കുഞ്ഞാണ് കണിമംഗലത്തിന്റെ രാജകുമാരൻ. കണിമംഗലത്തിന്റെ എല്ലാ സ്വത്തും കൈകാര്യം ചെയ്യുന്ന ആള്. സൂര്യയ്ക്കും കൽപ്പനയ്ക്കും ഒരു കുട്ടി പിറന്നിരുന്നെങ്കിൽ ആ കുഞ്ഞായിരുന്നേനെ കണിമംഗലത്തിന്റെ വരുംകാല അവകാശി. പക്ഷേ അതിന് ഭാഗ്യമില്ലല്ലോ. അങ്ങനെ വന്നാല് വരുണിന് പിറക്കുന്ന കുഞ്ഞ് അടുത്ത അവകാശിയാവും. സൂര്യയുടെ കുഞ്ഞായാലും വരുണിന്റെ കുഞ്ഞായാലും എല്ലാം ഒരുപോലെയല്ലേ? പക്ഷേ രാജയോഗം എന്ന് പറഞ്ഞതുണ്ടല്ലോ, അതാർക്കാ വിധിച്ചിരിക്കുന്നതെന്ന് ദൈവം തമ്പുരാന് മാത്രമേ അറിയൂ. ഞാൻ ആ കുഞ്ഞിനെ കാത്തിരിക്കുക മോളെ, കണിമംഗലത്തിന്റെ അവകാശിയായ ആ കുഞ്ഞിനെ. മോളെ, നിന്റെ ബുദ്ധി ഏറ്റവും തോന്നുന്നേ. കൽപ്പന പോയ പോക്ക് കണ്ടില്ലേ? നമ്മളെ പ്രതീക്ഷ നടക്കും മുത്തശ്ശി. പ്രതീക്ഷിക്കാത്ത ചിലത് നടക്കും. മുത്തശ്ശി നോക്കിക്കോ. കൽപ്പനേച്ചിയും ഏട്ടനും ഒരുമിക്കാൻ വേണ്ടി മാത്രമല്ല, പ്രിയങ്കയും വരണം ഒരുമിക്കാൻ ഇത് കാരണമാവും. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഹലോ മുത്തശ്ശി, പ്രിയങ്ക. എന്താ മോളെ, അവളെ കൊണ്ട് അവിടെ വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ? അതൊന്നുമില്ല, വേറൊരു കാര്യമുണ്ട്. എന്താ മോളെ? കണിമംഗലത്തിന്റെ സ്വത്തിനെ കുറിച്ച് ഞാൻ ഇന്നൊരു കാര്യം അറിഞ്ഞു. മുത്തശ്ശിയുടെ നാവിൽ നിന്ന് നേരിട്ട് കേട്ടതാ. എന്താ? ഏട്ടത്തിക്ക് ഒരിക്കലും പ്രസവിക്കാൻ പറ്റില്ല. എനിക്കൊരു കുഞ്ഞുണ്ടായ ആ കുഞ്ഞല്ലേ കണിമംഗലത്തിന്റെ അവകാശിയാവുക. അതെ. എന്താ നിന്റെ ഉദ്ദേശം? അങ്ങനെയൊക്കെ കേട്ടപ്പോ എന്തോ ഒരു ഇടി പൊട്ടി. ഇതിനേക്കാൾ വലിയൊരു അവസരം ഒരാളുടെ മുന്നിൽ ഉണ്ടാവുമോ? കണിമംഗലത്തിന്റെ സമ്പത്ത് മുഴുവൻ നിന്റെ കുഞ്ഞിന്റെ പേരിലാണ് വരുന്നതെങ്കിൽ, അയ്യോ, നീ പിന്നെ ആരാ?
മഹാറാണിയാ, മഹാറാണി. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്. വരുണിനെ നന്നായിട്ട് സ്നേഹിക്കാൻ നോക്ക്. അവന്റെ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ നോക്ക്. പക്ഷേ മുത്തശ്ശി, എന്റെ ലക്ഷ്യം അതൊന്നും അല്ലല്ലോ. നിന്റെ ലക്ഷ്യം സിനിമയല്ലേ? സിനിമയിൽ കാശുണ്ടെങ്കിൽ എന്താ നടക്കാത്തത്? കണിമംഗലത്തിന്റെ കോടാനുകോടി വരുന്ന സമ്പത്ത് നിന്റെ കുഞ്ഞിന്റെ പേരിലായാലോ? അല്ല, അത് ചെലവഴിക്കാനുള്ള അവകാശം നിനക്കല്ലേ? പിന്നെ സിനിമയിൽ അഭിനയിക്കോ, സിനിമ പിടിക്കോ, എന്തു വേണമെങ്കിലും ആവാലോ. പക്ഷേ ഒരു പ്രസവം കഴിഞ്ഞ ശേഷം സിനിമയിലേക്ക് ചെന്നാൽ അവര് എന്താ കുഴപ്പം? നീ പണം ഇറക്കി നീ പിടിക്കുന്ന പടത്തില് നിനക്ക് ഇഷ്ടമുള്ള വേഷം അഭിനയിക്കാമല്ലോ. അടി, അത് ആരെ ചോദ്യം ചെയ്യാൻ? ഞാൻ ഒരു കാര്യമേ പറയുന്നുള്ളൂ. തൽക്കാലം നിന്റെ സിനിമയെന്നുള്ള ആഗ്രഹമൊക്കെ മാറ്റിവെക്കുക. എടി, ആദ്യം പണം കയ്യിൽ വരട്ടെ. പിന്നെ നീ പറയുന്ന വഴിക്ക് ബാക്കി എല്ലാവരെയും കൊണ്ടുവരാമല്ലോ. എടി മോളെ, നീ ഭരിക്കുന്ന കണിമംഗലത്തേക്ക് മുത്തശ്ശിക്കൊരു വരവ് വരണം. എന്നിട്ട് നിന്നെ അനുസരിച്ച് ഓച്ചാനിച്ച് കണിമംഗലത്തെ ആൾക്കാർ നിൽക്കുന്നത് ഈ മുത്തശ്ശിക്ക് കാണണം. അതിനൊക്കെ എനിക്കും ആഗ്രഹമുണ്ട് മുത്തശ്ശി. ഇനി എന്നാ വേറൊന്നും ആലോചിക്കണ്ട. ഇന്നു മുതൽ വരുണിന്റെ പിന്നാലെ കുടിക്കും. അത് തന്നെയാ മാർഗം. ഒരു കുഞ്ഞിനെ പ്രസവിച്ച് പരമേശ്വരന്റെയും പത്മിനിയുടെയും കയ്യിൽ വെച്ചു കൊടുത്താൽ എടി, ആ നിമിഷം നിന്റെ ജാതകം മാറും. ഞാൻ ഏറ്റു മുത്തശ്ശി, ഞാൻ വിളിച്ചോളാം. ഭഗവാനേ, പ്രസന്റേഷൻ അവിടെ നിന്ന് കൊടുത്തയച്ചാൽ മതി. ഞാനേ പിന്നെ വിളിക്കാം. ശരി. ഇതെന്താ പരിപാടി? ഇതെന്താ ഈ കാണിച്ചു കൊണ്ടിരിക്കുന്നൊക്കെ? വരുൺ എന്നോട് ദേഷ്യം തോന്നരുത്. ഇന്നു മുതൽ വരുണിന്റെ ആഗ്രഹങ്ങൾക്കും ചിട്ടയ്ക്കും അനുസരിച്ച് ജീവിക്കാനാ എന്റെ തീരുമാനം. വരുണിന്റെ പ്രിയപ്പെട്ട ഭാര്യയായിട്ട്. പ്രിയപ്പെട്ട ഭാര്യയോ? കണക്കെടുത്തി കൃത്യമായിട്ട് ശമ്പളം തന്ന ഒരാള് എങ്ങനെയാ ഭാര്യയാവുന്നത്? കൃത്യമായ എഗ്രിമെന്റിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് ഭാര്യയും ഭർത്താവും ആവുന്നത്? വരുൺ പ്ലീസ്, പരസ്പരം മത്സരിച്ച് നമ്മൾ എന്തിനാ നമ്മുടെ ജീവിതം നശിപ്പിക്കുന്നത്? നമുക്ക് ഒന്നിക്കാം. ഇതുവരെ ഞാൻ വരുണിനോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. നിന്റെ മെഡിക്കലൊന്നും എനിക്ക് യാതൊരു സംശയമില്ല. പക്ഷേ ആ മിടുക്ക് എന്റെ അടുത്ത് കാണിക്കുന്നതിൽ എനിക്ക് അല്പം വിരോധമുണ്ട്. എനിക്കൊന്ന് ഉറങ്ങണം. ഇതൊക്കെ എന്നെടുത്ത് മാറ്റാവോ? എന്തിന്? ഈ പൂക്കള് കണ്ടില്ലേ? ഈ സുഗന്ധം, ഈ രാത്രിയുടെ മനോഹാരിത, ഇതൊക്കെ ഈ രാത്രി നമുക്ക് ആസ്വദിച്ചൂടെ? ഈ അഭിനയിക്കുമ്പോൾ സിനിമയുടെ ഡയലോഗാണോ? ഈ സിനിമാക്കാർക്ക് ആദ്യ രാത്രിയോട് വല്ലാത്തൊരു പ്രിയം. എന്റെ ജീവിതത്തിൽ ഇനി സിനിമയെന്നൊരു ആഗ്രഹവും ഇല്ല. വരുൺ ഇഷ്ടപ്പെട്ടൊരു ഭാര്യ ആവാന്നല്ലാതെ വേറെ ലക്ഷ്യവുമില്ല.
ഈ വേഷം, ഈ രൂപം, ഈ സംസാര രീതി ആർക്കും ഇഷ്ടപ്പെടും. ദേ, നിന്റെ ഈ രൂപ സൗന്ദര്യത്തിന് മുമ്പിൽ ആണുങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അവരറിയാതെ നിന്നിലേക്ക് ചേർന്ന് പോവും. വരുൺ, അതുകൊണ്ട് എന്റെ പൊന്നു മോള് സമയം കളയണ്ട. പറ്റിയ ഒരാളെ കണ്ടുപിടിച്ച് നിന്റെ ഈ പെർഫോമൻസ് കാഴ്ചവെക്ക്. ചിലപ്പോ രക്ഷപ്പെടും. വരുൺ, കൈവിട്. ഇല്ല. വരുൺ, എല്ലാം മറക്ക. നമുക്ക് ജീവിക്കാൻ തുടങ്ങാം. ഇപ്പൊ എനിക്ക് വരുന്ന ദേഷ്യത്തിനുണ്ടല്ലോ, നിന്റെ കാരണം നോക്കി ഒന്ന് പോയിക്കേണ്ടതാ. ഞാനത് ചെയ്യാത്തതേ കണിമകളത്തെ മര്യാദ കൊണ്ടാ. മനസ്സിലായോ നിനക്ക്? ഈ ജന്മമല്ല, ഇനിയൊരു 10 ജന്മം നീ എന്റെ പുറകാണെന്നാലും എനിക്ക് നിന്നോട് ഒന്നും തോന്നത്തില്ല. എന്റെ മനസ്സിലാക്കാനുള്ള മാന്ത്രിക ശക്തിയൊന്നും നിന്റെ കയ്യിലില്ല. പോയി കിടന്നുറങ്ങാൻ നോക്ക്. വരുൺ, പോവരുത്. എന്റെ ജീവിതം, എന്റെ ഇഷ്ടം. തടസ്സം നിന്നാലേ വാങ്ങിച്ച പണത്തിന്റെ കണക്ക് കണിമക്കളത്തുള്ളവരെ എനിക്ക് ബോധ്യപ്പെടുത്തേണ്ടി വരും. എത്ര നാൾ പിടിച്ചു നിൽക്കാൻ പറ്റും? ഇനി അങ്ങോട്ട് പ്രിയങ്ക എന്താ ചെയ്യുന്നതെന്ന് കാണാനിരിക്കുന്നേ ഉള്ളൂ. നമുക്ക് കാണാൻ വരും. പ്രിയങ്ക ഒന്ന് മനസ്സിൽ കുറിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയെടുത്തേ അടങ്ങും. കൽപ്പന, എന്താ? സൂര്യ, കൽപ്പന, ഇപ്പൊ എനിക്ക് കാലനക്കാൻ പറ്റുന്നുണ്ട്. ഈശ്വരാ, ഞാനേ സൂര്യ എഴുന്നേൽപ്പിക്കട്ടെ. സൂര്യ, ഒരടിയെങ്കിലും എടുത്തു വെക്കാൻ പറ്റുമോ? നോക്കാം. ഇനി ഈ കാലെടുത്ത് താഴെ. പതുക്കെ. ഈശ്വരൻ, വാ, എഴുന്നേക്ക്. പതുക്കെ പതുക്കെ പതുക്കെ. അയ്യോ, പതുക്കെ. ഞാൻ പിടിക്കാം. ഇല്ല, പതുക്കെ. പതുക്കെ എടുത്ത് വെക്കി കാല്. പതുക്കെ. മെല്ലെ മെല്ലെ. ഇനി ഈ കാൽ പതുക്കെ വെച്ചാ മതി. അങ്ങനെ തന്നെ. ഇനി ഇങ്ങനെ തന്നെ പതുക്കെ നടന്നാ മതി. ഞാൻ പിടിച്ചോളാം, നടന്നു നോക്ക്. പിടിച്ചിട്ടുണ്ട്. സ്റ്റഡിയായിട്ട് നടത്തി ഞാൻ പിടിച്ചിട്ടുണ്ട്. സൂര്യ, സൂര്യ, പതുക്കെ ഇരിക്കണോ? കൽപ്പന, ഇത്രയും കാലത്ത് ശാപത്തിന് മോക്ഷം കിട്ടി. ഞാനിനി നടക്കും, തൻ്റെ ഒപ്പം നടക്കും.
സൂര്യ, ഞാൻ പറഞ്ഞതിനും ചെയ്തതിനൊക്കെ മാപ്പ്. സൂര്യ നടക്കണം, പഴയതുപോലെ ആവണം. വാ നടക്ക്. ആ അങ്ങനെ മതി. പതുക്കെ പതുക്കെ. ആ മെല്ലെ മെല്ലെ. ഞാൻ പിടിച്ചിട്ടുണ്ട്.